ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി ഫിസിയോതെറാപ്പി മാത്രമാ ചികിത്സ. ബ്രോ, കാലുറപ്പിച്ച് നടക്കാൻ പറയണം. അതും വീടിനുള്ളിൽ നടന്നാൽ മാത്രം പോരാ, പുറത്തിറങ്ങി നടക്കാനും പറയണം. എന്നാലേ വളരെ പെട്ടെന്ന് കാല് വഴങ്ങി കിട്ടൂ. അല്ലെങ്കിലേ അമ്മയുടെ അവാർഡ് ഫംഗ്ഷനെ ബ്രോയും കല്യാണിയും തമ്മിലുള്ള വിവാഹ ഫംഗ്ഷൻ നടത്താനുള്ള സംഭവങ്ങളൊക്കെ പൊളിയും. നീ എന്താ ആനന്ദ ഒന്നും പറയാത്ത? ഫംഗ്ഷനിങ് അടുത്തു. ആ സമയമാകുമ്പോൾ കല്യാണി ശരിക്കും നടക്കാൻ തുടങ്ങും. എനിക്കൊരു പുതിയ ഐഡിയ തോന്നുന്നുണ്ട്. ആ പറഞ്ഞു പറഞ്ഞു, പട്ടറില് പൊട്ടാനില്ലെന്നാണല്ലോ. സുബ്ബോണന്റെ ഐഡിയകളൊന്നും അങ്ങനെ പാഴായി പോയിട്ടില്ല. പറഞ്ഞു 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 പറഞ്ഞു. ഈ കാറ്റുള്ളപ്പോൾ പാറ്റണമെന്നാണല്ലോ. എന്നുവെച്ചാ? അതെ അരവിന്ദ്, ഇപ്പോ കല്യാണി സ്വന്തം ജീവൻ വരെ പണയം വെച്ച് അഖിലാന്റിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഈ സമയത്ത് കല്യാണിയോട് അഖിലാന്റിക്ക് ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നാൻ കാരണമുണ്ട്. നീ പറഞ്ഞു വരുന്നത് നീയും കല്യാണിയുമായുള്ള നിന്റെ കല്യാണക്കാര്യം ഇപ്പോ അവതരിപ്പിക്കണമെന്ന്. അല്ല ബ്രോ, ഇത് കൊള്ളാലോ. സുബ്ബണ്ണം പറഞ്ഞത് കാര്യമില്ല. ബ്രോ, ഇത് തന്നെ പറ്റിയ അവസരം. എന്താ ആനന്ദ്, നമ്മൾ രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ കല്യാണക്കാര്യം അഖിലാന്റിയോട് പറയാൻ പോകുന്നു. പറയാല്ലേ? ഓക്കെ ബ്രോ. അച്ഛൻ അങ്കിളെ, നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുമായിരുന്നു. ഞാൻ കേട്ടു. എന്താ അങ്കിളിന്റെ അഭിപ്രായം? അച്ഛ, ഇതാണ് അച്ഛ പറ്റിയ അവസരം. പറ്റിയ അവസരം? അഖില നേരെ ഗംഗയുടെ അച്ഛനമ്മയും കാണാൻ പോവുക. ആനന്ദിന്റെ ഗംഗയുടെയും കല്യാണം ഉറപ്പിക്കാൻ. ആ ഹലോ, എന്താ മുതലേറെ? ആ, നമ്മുടെ പുതിയ പ്രോഡക്റ്റിന്റെ ഷെയർ ആണോ? ആ അതെ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആനന്ദ് പറയും. ലൈനിൽ ഹോൾഡ് ചെയ്യൂ, ഞാൻ അവന്റെ കൈ കൊടുക്കാം. ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിറന്നാൾ ദിവസം ഞാൻ ഈ വിവരം അവതരിപ്പിക്കാമെന്ന്. അതിനിടയിലുള്ള ഈ എടുത്തുചാട്ടം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയേ ഉള്ളൂ. അച്ഛൻ പറയുന്നത് അതിന്റെ ശരി. എന്തൊക്കെ ബ്രോ ഈ പറയുന്നേ? ഇതൊരു നല്ല അവസരം ഒത്തു വന്നിരിക്കുന്നേ. ഇപ്പൊ തന്നെ നിങ്ങളുടെ കല്യാണം പറയണമെന്ന് എന്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വിളിക്കാം. ആരുടെ കല്യാണക്കാര്യത്തെ പറ്റിയാ നീ പറഞ്ഞത്? അരവിന്ദ് ചോദിച്ചത് കേട്ടില്ലേ? ഏത് കല്യാണത്തെ പറ്റിയാ നീ പറഞ്ഞെന്ന്? അമ്മ, ബ്രോയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്. എന്ത്? അതമ്മ, ബ്രോയും അത് തന്നെയല്ലേ ഞാനും പറയാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഞാനും കൃഷ്ണേട്ടനും കൂടി ഗംഗയുടെ അച്ഛനെയും അമ്മയും കാണുന്നു. ഇനി വൈകിപ്പിക്കുന്നില്ല. ഗംഗയും ആനന്ദും തമ്മിലുള്ള കല്യാണം ഉടൻ നടക്കും. ആനന്ദ്, അമ്മേ, ആ മുതലിയാരെ ഒന്ന് വിളിക്കേ. ബിസിനസ് കാര്യോ? ശരി അമ്മേ.
കല്യാണം ഉറപ്പിച്ചത്ര. ഉറപ്പിക്കും. അമ്മ എന്തിനാണ് അച്ഛനെ കോമാളിയായിട്ട് നടക്കുന്നേ? അതേടാ, അവൾ കോമാളി തന്നെയാ. തൃച്ചംബരത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവളാ അവള്. ആ അവളെയാ ഞാനും നിങ്ങളും ചേർന്ന് ഇപ്പൊ നല്ലൊരു കോമാളി വേഷം കെട്ടിക്കുന്നത്. എടാ മോനെ, മാതാപിതാക്കൾ പറഞ്ഞതും പറയുന്നതും ശരിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിച്ചിരിക്കുമെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നീ ആ അവസ്ഥയിൽ വരുമ്പോഴേ നിനക്കത് മനസ്സിലാവും. ഓർക്കുമ്പോ ചിരി വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? പക്ഷേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ എനിക്ക് ആ ചിരിയില്ല. ആ പോയവളില്ലേ, അവളത് ഇവനെ ജീവിതത്തുള്ളിൽ സ്നേഹിക്കുന്നതുകൊണ്ടാ നീ പറയുന്ന കോമാളി വേഷം കെട്ടിപ്പോകേണ്ടി വന്നത്. അച്ഛാ, ഞാൻ എന്റെ സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. അച്ഛാ, അമ്മേ, മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റ് ഒടുവിൽ അമ്മയുടെ മോള് ജയിച്ചു നിൽക്കാണോ അമ്മേ? ഞാനെന്താ അങ്ങനെ ചോദിച്ചെന്നല്ലേ അമ്മ ഇപ്പൊ ചിന്തിക്കണേ? ഒരു ഭാഗത്ത് അച്ഛനും അഖിലാമേടവും, മറുഭാഗത്ത് വലിയ കുഞ്ഞും. തോൽവിയും ജയമൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷനും നമ്മുടെ കല്യാണ റിസപ്ഷനും ഒരേ നാളിലാണെന്ന് നീ അങ്ങ് കരുതിയാൽ മതി. ഇതിന്റെ എല്ലാ ഏർപ്പാടുകളും അരവിന്ദ് സുബ്രും കൂടിയാ ചെയ്യുന്നത്. വേണ്ട വല്യൂഞ്ഞേ, എനിക്ക് പേടിയാവാ. ഒന്നും പേടിക്കണ്ട. അഭിനെ, റിസപ്ഷൻ ഉടുക്കാൻ ഞാനൊരു പുതിയ സാരി വാങ്ങിത്തരും. അതേ ഉടുക്കാവൂ. ദേ കണ്ടില്ലേ, അഖില മാഡത്തിന്റെ ഫംഗ്ഷൻ എടുക്കാൻ വല്യൂഞ്ഞ് വാങ്ങിത്തന്ന സാരിയാ ഇത്. അഖില മാഡത്തിന് അവാർഡ് കിട്ടിയതിന് നടത്തുന്ന ഫംഗ്ഷൻ എന്റെയും വല്യൂഞ്ഞിന്റെയും ഫംഗ്ഷൻ ആവൂന്നൊക്കെയാ വല്യൂഞ്ഞ് പറയണേ. ഈ അവസ്ഥയില് എനിക്ക് എങ്ങനെ അമ്മ ഫംഗ്ഷന് പോകാൻ പറ്റണേ? എങ്ങനെയും വല്യൂഞ്ഞ് എന്നെ ഫംഗ്ഷൻ എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനിയൊരു പക്ഷേ വല്യൂഞ്ഞിന്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ സമ്മതിച്ചാൽ എനിക്ക് പേടിയാവുന്ന അമ്മേ. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വെച്ച് മാഡത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ, പിടിക്കപ്പെട്ടാൽ, പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ വന്ന് അമ്മയോട് പറയാൻ ഈ മോൾ ഉണ്ടാവുമെന്നറിയില്ല. ഒന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് എൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം. കാത്തോളനെ ഞങ്ങളെ. എന്താ ചേച്ചി? ഇത് വല്യൂഞ്ഞ് വാങ്ങിത്തന്ന സാരിയാ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടി. ചേച്ചിക്ക് ഈ സാരി എടുത്തോണ്ട് ഫംഗ്ഷന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി അതോർത്ത് വിഷമിക്കാതെ, കാല് സുഖമാവും.
ചേച്ചി നന്നായി നടന്ന് ഫംഗ്ഷന് പോവുകയും ചെയ്യും. ചേച്ചിയുടെ വിളപ്പുറത്തമ്മ ചേച്ചി കൈവിടില്ലേ ചേച്ചി? അതെ ഗംഗേ, ഫംഗ്ഷന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് കേന്ദ്ര സർക്കാരിന്റെ സരോവർ പുരസ്കാരം കിട്ടിയത് നാട്ടുകാരെ അറിയിക്കാൻ നടത്തുന്ന വിളംബര ഫംഗ്ഷൻ. ഏതായാലും ഒരാശ്വാസമുള്ളത് ആ ഫംഗ്ഷനിൽ ഒരാവശകനം പോലെ ആ അടുക്കളക്കാരി ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാ. അതുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാ ഗംഗേ. ദാസ് അതിന് സമ്മതിക്കില്ല. ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ ആനന്ദ് വീൽ ചെയറിൽ ചുമന്നു കൊണ്ടുവന്ന് അവളെ ഫംഗ്ഷനിൽ ഇരുത്തിയേനെ. ആനന്ദ് എന്തിനു വേണ്ടിയാണോ ഈ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചത്, ആ ഉദ്ദേശം പൊളിഞ്ഞടങ്ങി ആന്റി. ആ പ്ലാൻ പൊളിഞ്ഞാലല്ലേ നമ്മുടെ പ്ലാൻ നടക്കൂ. അതെ, ഫംഗ്ഷൻ നടക്കുമ്പോ എല്ലാവരും ആ ഹാളിലായിരിക്കും. കല്യാണി ഇവിടെ ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്കും. ഔട്ട് ഹൗസിൽ വന്ന് അവളെ തീർക്കണം. ഒന്ന് കുതറി ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അടുക്കളക്കാരിക്ക് മരണത്തിന്റെ മുമ്പിൽ തോൽക്കേണ്ടി വരും. അല്ലാന്റി, അപ്പൊ ദാസേട്ടനും അനിയൻകുട്ടനൊക്കെ അവിടെ ഉണ്ടാവില്ലേ? എന്ത് ദാസേട്ടൻ? ദാസ് കൂട്ടിരുന്ന അഖിലെ വിളിക്കുന്നു പറഞ്ഞ് ദാസേട്ടനെ നമ്മൾ മാറ്റില്ലേ? പിന്നെ ആ ചെക്കൻ, നമുക്ക് ആവശ്യമുള്ളത്ര സമയം അവനും അവിടെ ഉണ്ടാവില്ല. അവൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടാവും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെ ഫംഗ്ഷന്റെ കാര്യം അത് പ്രിയങ്ക നോക്കിക്കോളും. ഈ ലോകത്തേത് കോണിലാണെങ്കിലും അഖില നേരിട്ട് ക്ഷണിച്ച സ്ഥിതിക്ക് പ്രിയങ്ക അവിടെ അവതരിച്ചിരിക്കും. അവതാര ലക്ഷ്യം അവൾക്ക് മാത്രമല്ലേ അറിയൂ. അങ്ങനെ മൊത്തത്തിൽ ആ ദിവസം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാക്കി തീർക്കണം. തീർക്കും ഞാൻ. നിനക്ക് ഓൺലൈൻ ക്ലാസ് എപ്പോഴാ? ഓ, ഇനിയൊരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പൊ തുടങ്ങും. നീ പറയണ കേട്ടാ നിനക്ക് ഓൺലൈൻ ക്ലാസ് ഇഷ്ടമല്ലെന്ന് തോന്നുമല്ലോ. ഓ, അതൊരു രസമില്ലേ ചേച്ചി? പരമ ബോറാ. പഠിക്കണമെങ്കിൽ സ്കൂളിൽ തന്നെ പോണം. കൂട്ടുകാരെല്ലാരും കൂടി കൂടിയിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെല് കിട്ടുമ്പോ ഒന്ന് പുറത്തിറങ്ങിയും ഇടയ്ക്കിടയ്ക്ക് ആ മണി അടി കേൾക്കണം. എന്നാലേ അതിനൊരു സന്തോഷമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഓരോ അടിയോ വഴക്കോ കിട്ടിയ അത്രയും നല്ലത്. ഇപ്പൊ ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോ തേങ്ങ തിരുവുന്ന അലക്കുന്നതിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നത്. ആഹാ, ഇവനിപ്പോ നിന്നെ ഇങ്ങനെ മുഴുവൻ സമയം കിട്ടിയപ്പോ സ്വർഗം കിട്ടിയതുപോലെ. ഏത് സമയത്തും ചെവിയുടെ അടുത്ത് ഇങ്ങനെ ചിവീടിനെ പോലെ ചലച്ചോണ്ടിരിക്കും.
നിനക്ക് ദേഷ്യം വരില്ലേ മോളെ? ഏയ് അവന്റെ വർത്തമാനം കേൾക്കാൻ എനിക്കിഷ്ടല്ലേ അച്ഛാ. ആ എന്നാ കേട്ടോ, സഹിച്ചോ. അവന്റെ ഭാഗ്യത്തിന് ഇക്കൊല്ലം സ്കൂളും ഇല്ല. ഇക്കൊല്ല സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് കൂട്ടിരിക്കാൻ ആരുണ്ടാവുമായിരുന്നു അച്ഛാ. ദൈവം ഒന്ന് കാണാതെ മറ്റൊന്നും ചെയ്തില്ലല്ലോ. മോളെ, അച്ഛനൊന്ന് പുറത്തു പോണം. വേഗം വരാം. അച്ഛൻ പോയിട്ട് വാ, ഇവനില്ലേ ഇവിടെ? മോൾക്ക് കാപ്പിയോ വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട അച്ഛാ. ആ എന്നാ ഞാൻ പോയിട്ട് വരാം. അനിയൻകുട്ടാ, ചേച്ചിയുടെ അടുത്തുനിന്ന് മാറിയേക്കരുത്. ഇല്ല അച്ഛാ. ആ ദേ ഇങ്ങനെ അച്ഛനെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടം. ദേഷ്യം വന്ന പുലിയാണേ. അതെ, അച്ഛന് ദേഷ്യം വന്ന എനിക്കും പേടിയാ. ദാ ക്ലാസ് കഴിയുമ്പോ ഉടനെ ഇങ്ങ് തന്നേക്കണം. ഓ മനസ്സിലായി, വല്ലിങ്ങനെ വിളിക്കാനായിരിക്കും. എന്താ അനിയൻകുട്ടാ? അച്ഛൻ പോവാൻ കാത്തിരുന്നത് പോലെ ഉണ്ടല്ലോ വല്ലുവിന്റെ വരവ്. നീ റെസ്റ്റ് തന്നെയാണോ? വാ എഴുന്നേൽക്ക്, നമുക്ക് അല്പം ഒന്ന് നടക്കാം. ഇനി സ്വയം ചെയ്യുന്ന എക്സസൈസിലാ നടക്കാൻ പോകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നോ? വല്യുഞ്ഞെ നടക്കാൻ പറ്റും തോന്നുന്നില്ല. വേണ്ട, എന്നാ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വരാം. വല്യുഞ്ഞെ, എനിക്ക് തൃച്ചംബരം ഒന്ന് കാണണം. എന്നെ ആ മുറ്റം വരെ ഒന്ന് കൊണ്ടുപോവോ? ചേച്ചി വേണ്ട, ആരെങ്കിലും കണ്ട വലിയ പ്രശ്നാവും. റോഡിൽ നിർത്തി കാണിച്ചാ മതി. ശരി. നിനക്ക് ക്ലാസ്സിന് സമയമായില്ലേ, പോയിരുന്നു പഠിക്ക്. പോവാം. പോവാം. ആ ഫംഗ്ഷനിങ് അടുത്തു. ആ പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബീഫ് ഇല്ലാന്ന് കേട്ടോ. ഇനി തൃച്ചംബരം കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. ആ അതെ, ഒത്തിരി ദിവസമായാലും ഞാൻ എന്റെ ചെമ്പരത്തിയെ കണ്ടിട്ട്. എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോവാമോ? പിന്നെന്താ? ഇതെന്തുവാ ഇത്? ആ ഇതിപ്പോ തന്നെ വിലാസിനെ എന്റെ അറിയിച്ചേ പറ്റൂ. ഞാൻ പിന്നെ വിളിക്കാവേ. അവളുടെ ആയുസിന്റെ ബലം അപാരമകങ്ങെ. എത്ര പ്രാവശ്യം മരണം അവളുടെ അടുത്തെത്തി മടങ്ങിപ്പോയിട്ടുള്ളതെന്ന് അറിയോ നിനക്ക്? ഒരുപക്ഷെ ആ ഇത്തിൽ കണ്ണിയെ നമ്മൾ പറിച്ചെറിഞ്ഞാലും അഖിലാന്റിയുടെ മനസ്സിൽ അവൾ തളിർത്തു പൂത്തു നിൽക്കല്ലേ, ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ. മണ്ണാങ്കട്ട. ആനന്ദ് അവൾക്ക് കൂട്ടിരിക്കുന്നതാണ് തന്റെ വേവലാതിന്ന് ദാസ് അറിയിച്ചപ്പോ അഖില ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയില്ലെന്നേ ഉള്ളൂ. ആ കണ്ണുകളിലെത്തി ഞാൻ കണ്ടതാ. ദേ, നീ ഒരു കാര്യം ഓർത്തോ, ഇനി ആനന്ദ് അവളെ കാണാനും പോകുന്നില്ല, അവള് തൃച്ചംബരത്തേക്ക് വരാനും പോകുന്നില്ല. ആന്റി, ആന്റി, ദേ ആനന്ദേട്ടൻ കല്യാണിയായിട്ട് വാ, കാണിച്ചു തരാം. എന്ത്? എന്താടി? നമ്മുടെ ഗേറ്റിന്റെ അവിടെ രണ്ടുപേരും. വാ ആന്റി, വാ ആന്റി, വാ വേഗം വാ. എവിടെയാടി അവര്? ഇവിടെ ഉണ്ടായിരുന്നു ആന്റി. ഇവിടെ നെറ്റിയിലെ കുങ്കുമം കണ്ടെന്നും കഴുത്തിലെ താലി കണ്ടെന്നും ഒക്കെ പറഞ്ഞതുപോലെ ആയിരിക്കും. വെറുതെ നമ്മളെ ഓടിച്ചു. ദേ ആന്റി, അവര് ആന്റി നോക്ക്.